റാഗി പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് അപ്പം തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി മിക്സി ജാറിലേക്ക് 1 കപ്പ് റാഗിയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചിരകിയ തേങ്ങ 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഈസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, ഇത്ര തന്നെയുള്ളൂ. ഇനി ഇത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. എനിക്കിവിടെ 3 മണിക്കൂർ സമയമാണ് എടുത്തത് നന്നായിട്ട് പുളിച്ച് വരാനായിട്ട് കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ പുളിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സാധാരണ പോലെ അപ്പം ചുട്ടെടുക്കാം. ഞാനിവിടെ 2 രീതിയിലും കാണിക്കുന്നുണ്ട്. അതായത് അപ്പച്ചട്ടിയിലും തയ്യാറാക്കി കാണിക്കുന്നുണ്ട്, പിന്നെ ദോശ തവയിലും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. 1 കപ്പ് മാവ് കൊണ്ട് നമുക്ക് 10 അപ്പം തയ്യാറാക്കി എടുക്കാവേ. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ, ട്രൈ ചെയ്യണേ.